നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +2 തുല്യത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പഠിതാക്കൾക്ക് വേണ്ടി ഇംഗ്ലീഷ് പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്പീച്ച് എന്ന് പറയുന്നത്, പ്രസംഗം. ഒരു പ്രസംഗം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചോദ്യം ഉണ്ടാകും. ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൽ ഈ സ്പീച്ച് ചോദിച്ചാലും അതുപോലെ തന്നെ ട്രാവലിംഗ്, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ട്രാവലിംഗ്, അതുപോലെ ഗുഡ് മാനേഴ്സ്, അതല്ലെങ്കിൽ റൈറ്റപ്പ്, ഈ റൈറ്റപ്പ് എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നതിൽ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് എഴുതാവുന്ന ഒരേ ഒരു ഉത്തരം, അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് ഈ വീഡിയോ ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണം. ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ നന്നായിരിക്കും. അപ്പോൾ സ്പീച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ സ്പീച്ചിനെ നിങ്ങൾക്ക് ഏതൊക്കെ രൂപത്തിലേക്ക് മാറ്റാം? ഇമ്പോർട്ടൻസ് ഓഫ് ട്രാവലിംഗ് എന്ന് പറയുന്ന ചോദ്യത്തിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ഗുഡ് മാനേഴ്സ് എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നാൽ അതിലേക്ക് മാറ്റാം. റൈറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാലും അതിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ സ്പീച്ചിനെ കുറിച്ച് പറയാം. സ്പീച്ച് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ഏതൊരു ചോദ്യം വന്നാലും നമ്മൾ കൊടുക്കേണ്ട ഒരു ഒരു മാറ്റർ അതാണ്. ഓക്കെ, അപ്പോൾ സ്പീച്ച് ആണെങ്കിൽ എഡ്യൂക്കേഷനെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നത്, അല്ലെ? ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇനിയിപ്പോൾ ചോദ്യം വേറെ എന്തെങ്കിലും ചോദിക്കാനും നമുക്ക് ഇതേ ഒരു മാറ്റർ തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ സ്പീച്ച് നമ്മൾ തുടങ്ങുമ്പോൾ എന്താണ്? ആദ്യം ഒരു സല്യൂട്ടേഷൻ ഉണ്ടാവും, അല്ലെ? എന്തൊക്കെയാണ്? ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്, അല്ലെ? ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പോൾ നമുക്കതൊരു ഫസ്റ്റ് ലൈനിലായിട്ട് കൊടുക്കാം. അതിനു മുമ്പ് ഇത് എഴുതുമ്പോൾ ഈ ചോദ്യം എന്താണോ ആ ചോദ്യത്തെ നമ്മളൊരു ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ഇവിടെ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ അടുത്തൊരു ലൈനിൽ എഴുതുക ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്, ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. ക്ലിയർ അല്ലേ? ദെൻ അതിനുശേഷം താഴെ എഴുതുക ഗുഡ് മോർണിംഗ് ടു ഓൾ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ലൈൻ മുതൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങളെ വിശദീകരിച്ച് എഴുതുന്ന രൂപത്തിൽ എഴുതാം. ഇൻ വൺസ് ലൈഫ് എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസേൺ. ഇൻ വൺസ് ലൈഫ് എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസേൺ. ഇറ്റ് ഈസ് ദ കീ ടു എ സക്സസ്ഫുൾ ഫ്യൂച്ചർ ആൻഡ് ടു ദ ന്യൂമറസ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, It is the key to a successful future. It is the key to a successful future and to the numerous opportunities. അത് എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആ പ്രാധാന്യമാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ തുടങ്ങിയത്? ഇൻ വൺസ് ലൈഫ്, അല്ലേ? ഒരാളുടെ ജീവിതത്തിൽ എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസേൺ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് ദ കീ, അതൊരു കീ ആണ്. കീ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഒരു താക്കോൽ, അല്ലേ? കീ എന്ന് പറയുമ്പോൾ താക്കോൽ. പക്ഷെ ഇവിടെ താക്കോൽ എന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ ആ സെൻറ്റൻസ് പറഞ്ഞിട്ട് പറയാം. ഇറ്റ് ഈസ് ദ കീ ടു എ സക്സസ്ഫുൾ ഫ്യൂച്ചർ ആൻഡ് ടു ദ ന്യൂമറസ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലേ? അനന്തമായ അവസരങ്ങളും അതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറും, വിജയകരമായിട്ടുള്ള ഒരു ഫ്യൂച്ചറും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതാണ് കീ എന്ന് ഉദ്ദേശിക്കുന്നത്. വി കം അക്രോസ് ഇൻ അവർ ലൈഫ്സ്, അല്ലെ? വി കം അക്രോസ് ഇൻ അവർ ലൈഫ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഇറ്റ് ഹാസ് മെനി അഡ്വാൻറ്റേജസ്, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു വിദ്യാഭ്യാസം നേടുകയാണെങ്കിൽ അല്ലേ, ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ വിദ്യാഭ്യാസം നേടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ, അതായത് ഒരുപാട് അവസരങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയിക്കാനും സാധിക്കുമെന്നാണ്. ഇറ്റ് ഹാസ് മെനി അഡ്വാൻറ്റേജസ്, അല്ലേ? അതിന് ഒരുപാട് അഡ്വാൻറ്റേജസുകളുണ്ട്, നേട്ടങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ലൈറ്റ്സ് ദ മൈൻഡ് ആൻഡ് തോട്ട് പ്രോസസ് ഓഫ് എ പേഴ്സൺ. അത് നമ്മുടെ മനസ്സിനെ പ്രകാശപൂരിതമാക്കുകയും അതുപോലെ തന്നെ കൂടുതൽ ചിന്ത ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നു ഒരു വ്യക്തിയിൽ. ഓക്കെ, ദിസ് മേക്സ് ഇറ്റ് പോസിബിൾ ഫോർ സ്റ്റുഡൻസ് ടു ക്വാളിഫൈ ഫോർ ജോബ്സ് ഓർ പെർസ്യൂ ഹയർ എഡ്യൂക്കേഷൻ. മോർ ഓവർ,
ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വിദ്യാഭ്യാസം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ജോബ് അല്ലെങ്കിൽ നല്ലൊരു ജോലി നേടാനോ അല്ലെങ്കിൽ ഹയർ ലെവലിലേക്ക് പോകാനോ വിദ്യാഭ്യാസം സഹായിക്കും. മോറോവർ കൂടാതെ ഇറ്റ് ഡെവലപ്സ് ദ പേഴ്സണാലിറ്റി തോട്ട്സ് ആൻഡ് സോഷ്യൽ സ്കിൽസ് ഓഫ് ഹ്യൂമൻസ്. അത് മനുഷ്യരിൽ നല്ല ചിന്തകൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ നല്ല സോഷ്യൽ സ്കില്ലുണ്ടാക്കുന്നു, സാമൂഹ്യ ജീവിയായി ജീവിക്കാനുള്ള സമൂഹത്തിന് ഗുണകരമായ ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിക്കാനുള്ള കഴിവുണ്ടാക്കുന്നു. ടോട്ടലി നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി വികസിപ്പിക്കാൻ സഹായിക്കുന്നു. ഇറ്റ് ഓൾസോ പ്രിപ്പയർസ് ഇൻഡിവിജ്വൽസ് ഫോർ വേരിയസ് എക്സ്പീരിയൻസസ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഇൻ ലൈഫ്. മാത്രമല്ല നമ്മുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയവയെ കൂടുതൽ പരിപോഷിപ്പിക്കാനും കൂടുതൽ അനുഭവ സമ്പത്തുള്ളവനാക്കി തീർക്കാനും വിദ്യാഭ്യാസം സഹായിക്കും. ഇറ്റ് മേക്സ് ദ പീപ്പിൾ ഹോൾഡ് യുണീക്ക് സിഗ്നിഫിക്കൻറ്റ് ഇൻ സൊസൈറ്റി. മാത്രമല്ല സൊസൈറ്റിയിൽ വിദ്യാഭ്യാസമുള്ളവൻ സമൂഹത്തിൽ ഒരു യുണീക്കായിട്ട് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തിയായി മാറാൻ ഒരു വിദ്യാഭ്യാസമുള്ള വ്യക്തിക്ക് സാധിക്കും. അതുപോലെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഉൾപ്പെടുത്തുന്നത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ നമ്മൾ കൊടുക്കുക ഐ കൺക്ലൂഡ് മൈ സ്പീച്ച്, അതിൻ്റെ താഴെ താങ്ക് യു. ഐ കൺക്ലൂഡ് മൈ സ്പീച്ച്, അതിൻ്റെ താഴെ താങ്ക് യു. ഇത്രയാണ് ഒരു സ്പീച്ചിനെ സംബന്ധിച്ച് ഉള്ളത്. ചെറിയൊരു പാരഗ്രാഫാണ്, ഒരു 4, 5, 6 മാർക്കിനൊക്കെ വന്നാൽ നമുക്ക് ഇത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എഡ്യൂക്കേഷനെ സംബന്ധിച്ചാണെങ്കിലും ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളോട് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രാവലിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ ട്രാവലിനാക്കിയാൽ മതി. അതുപോലെ ഗുഡ് മാനേഴ്സ് ആണെങ്കിൽ ഇത് തന്നെ എഴുതിയാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഗുഡ് മാനേഴ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അതല്ല ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് റൈറ്റപ്പ്, മിക്കവാറും എഡ്യൂക്കേഷൻ തന്നെയാണ് റൈറ്റപ്പിൽ വരാറുള്ളത്. അപ്പോൾ റൈറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും, റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് എഴുതുക എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ. ഓക്കെ, റൈറ്റപ്പ് എഴുതാൻ പറഞ്ഞാലും ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഇമ്പോർട്ടൻസ് ഓഫ് ട്രാവലിംഗ് ചോദ്യം വന്നാലും അതുപോലെ ഗുഡ് മാനേഴ്സ് ചോദ്യം വന്നാലും റൈറ്റപ്പ് എഴുതാൻ വേണ്ടി പറഞ്ഞാലും നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്, ഈ പ്രസംഗത്തിൻ്റെ, അതായത് ഇപ്പോൾ പറഞ്ഞ ഈ പ്രസംഗത്തിൻ്റെ തുടക്ക ഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ ഒടുക്ക ഭാഗവും എന്ത് ചെയ്യുക, അതാണ്ട് ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് ട്രാവലിങ്ങിനാക്കാം, അതുപോലെ തന്നെ ഗുഡ് മാനേഴ്സിനാക്കാം, അതുപോലെ റൈറ്റപ്പിനാക്കാം. ക്ലിയർ ആയോ? അപ്പോൾ തുടക്കം ഏതാണ്, ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ, അതങ്ങോട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒടുക്കം എന്താണ്, ഐ കൺക്ലൂഡ് മൈ സ്പീച്ച് താങ്കിങ് യു എന്നുള്ളതും കട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി വരുന്ന ഭാഗം, ഓക്കെ, ആ ബാക്കി വരുന്ന ഭാഗം ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് പറയാം. ആ പാരഗ്രാഫിൽ വരുന്നത് ഈ 2 കാര്യങ്ങൾ കട്ട് ചെയ്താൽ കിട്ടുന്നത് ഇൻ ഓൾ, അതിൻ്റെ തുടക്കതാണ് ഇൻ വൺസ് ലൈഫ് എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസേൺസ്. It is the key to a successful future and to the numerous opportunities we come across in our lives. For an individual, it has many advantages. For example, it lightens the mind and the thought process of a person. This makes it possible for students to qualify for jobs or pursue higher education. Moreover, it develops the personality, thoughts and social skills of humans. It also prepares individuals for various experiences and circumstances in life. It makes people hold unique significance in society. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതട്ടെ. തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി ഉടനെ തന്നെ പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.